Hello friends, DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ഒക്കെ വളരെ എളുപ്പമാക്കി തരുന്ന ഒരു ചെറിയ മെഷീനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എയർ ബ്രഷ് മെഷീൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം കേക്കുകൾക്കാണെങ്കിൽ നമുക്ക് ഡാർക്ക് കളേഴ്സ് ഒക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്രീം കേക്കുകൾക്കൊക്കെ നമ്മൾ കുറേ കളർ ആഡ് ചെയ്താലേ നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ ഫോണ്ടൻ കേക്ക് ആണെങ്കിൽ നല്ല ഡാർക്ക് കളേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഹോൾ ഒന്നെങ്കിൽ നമുക്ക് ആ സെയിം കളറുള്ള ഫോണ്ടന്റ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഫോണ്ടന്റ് ആഡ് ചെയ്ത് നന്നായിട്ട് നെയ്ഡ് ചെയ്ത് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യണം. അപ്പോൾ ഈ എയർ ബ്രഷ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നല്ല കളേഴ്സ്, നല്ല ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കേക്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് എയർ ബ്രഷ് മെഷീൻ്റെ വർക്കിംഗ്, അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എയർ ബ്രഷ് മെഷീനെ കുറിച്ച് അറിയത്തില്ലാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഒരു എയർ ബ്രഷ് മെഷീൻ നമ്മൾ വാങ്ങിച്ചാൽ ശരിക്കും നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തോന്നും എന്തുകൊണ്ട് നമ്മൾ നേരത്തെ വാങ്ങിച്ചില്ല, കാരണം എത്ര എളുപ്പമാണ് നമ്മുടെ വർക്കുകളെന്നൊക്കെ. പലതരത്തിലുള്ള മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് ബേസിക് ആയിട്ട് ഒരു കംപ്രസർ യൂണിറ്റും പിന്നെ ഒരു ഗണ്ണ്, ഒരു പേന പോലെ നമ്മൾ പെൻ പിടിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ഗണ്ണും, രണ്ട് പാർട്ടാണ് മെയിൻ ആയിട്ട് ഇതിനുള്ളത്. പിന്നെ ഇതിനെ രണ്ടിനെ കൂടെ കണക്ട് ചെയ്യാനായിട്ട് ഒരു വയറും, ഒരു ഹോസ് പോലത്തെ ഒരു വയറും. അപ്പോൾ നമ്മളിതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എയർ ഇതിനകത്തൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ ഈ ലിക്വിഡ് കളേഴ്സാണ് നമ്മളിതിന് യൂസ് ചെയ്യേണ്ടത്. എയർ ബ്രഷ് കളേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് വാങ്ങിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഈ ഐസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കളർ ഉണ്ടല്ലോ, അതിന് തിക്കാണെങ്കിൽ നന്നായിട്ട് ലൂസ് ആക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ യൂസ് ചെയ്യാം. എങ്കിൽ കളർ ഡസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോസിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫൈനാണ്. അപ്പോൾ ചെറിയ ഇതൊക്കെ വന്നത് ഒരു ബ്ലോക്ക് ആക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ എയർ ബ്രഷ് കളേഴ്സ് തന്നെ യൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് കളേഴ്സിനെ കുറച്ചുകൂടെ ലൂസ് ആക്കിയതിന് ശേഷം ഇതിൽ വെച്ച് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം. എയർ ബ്രഷ് കളേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇങ്ങനത്തെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ലിക്വിഡ് കളറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കളർ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാതിരിക്കുക. 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ഇതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെരിച്ചും ഒക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1-2-3 ഡ്രോപ്പൊക്കെ മാത്രം മതി നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ കളേഴ്സ് നമ്മൾ വാങ്ങിക്കുമ്പം എല്ലാ കളറും അങ്ങ് വാങ്ങേണ്ട കാര്യമില്ല. പ്രൈമറി കളേഴ്സ് മാത്രം മേടിക്കുക. അതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പല കളർ ഷെയ്ഡും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഏതൊക്കെ കളർ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ കളർ കിട്ടുന്നതിൻ്റെ ഒരു കളർ ചാർട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടേക്കാം. ഇത് നമ്മുടെ എയർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം സ്പീഡിൽ വെച്ചാൽ മതി, അതായിരിക്കും നല്ല എളുപ്പം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കേക്കിൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പറിലോ ഒരു വെറും പേപ്പറിലോ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ കളർ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത കളറാണെങ്കിൽ അതെങ്ങനെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മളുടെ കേക്കിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. എത്ര പെട്ടെന്നാണ് നമുക്കിതുപോലെ കളർ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും കുറച്ച് നേരം ടിഷ്യൂ പേപ്പറിലൊക്കെ നന്നായിട്ട് കളർ ചെയ്ത് നോക്കണം. നമ്മുടെ കൈ കൊണ്ട് ഇതാണ് ഇത് റെഗുലേറ്റർ ട്രിഗർ എന്ന് പറയുന്നത്. ഇതൊരു ഗണ്ണാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ ട്രിഗറാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ പുറകോട്ട് പുഷ് ചെയ്യുമ്പോൾ പതുക്കെ പുറകോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ എയർ ഫ്ലോ കൂടുതൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ വിരൽ കൊണ്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് വലിയ കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്നാൽ നമ്മളത് സൂക്ഷിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് വേണം ഇത് ഓൺ ആക്കാനായിട്ട്. അപ്പം നമുക്ക് ലൈനായിട്ട് കിട്ടും. നമുക്ക് സ്പ്രേ ചെയ്യാണ് വേണ്ടതെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റി പിടിക്കുക. അപ്പോൾ അടുത്തോട്ട് പോകുന്തോറും നമുക്ക് നല്ല ലൈൻസോ ഡോട്ട്സോ ഒക്കെ ചെയ്യാൻ പറ്റും. അകത്തി പിടിക്കുന്നതോറും നമ്മളുടെ കൂടുതൽ ഏരിയ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി മാറ്റി പിടിക്കരുത്. ഒരു കേക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർഫസുമായിട്ട് ഒരു 12 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഡിഫറൻസ് അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമായിരിക്കും കളറെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമ്മളൊന്ന് കണക്കാക്കി വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആദ്യം കേക്കിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കൈയുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയെടുക്കുക. കുറച്ച് ലൈൻസും കുറച്ച് ഡോട്ടും ഒക്കെ ചെയ്താൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും.
നമുക്കിത് ഫോണ്ടൻ കേക്കിൽ മാത്രമല്ല ക്രീം കേക്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രീം കേക്കിൽ ചെയ്യാനായിട്ട് സെയിം മെത്തേഡ് തന്നെ. ഇപ്പോൾ ഷെയ്ഡായിട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് എവിടെയാണോ കൂടുതൽ കളർ വേണ്ടത് അവിടെ കുറച്ച് നേരം കൂടുതൽ പിടിക്കുക, പിന്നെ ബാക്കി കുറച്ച്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എനിക്ക് ഈ കേക്കിന് ഈ കളറല്ല വേണ്ടത്, എനിക്ക് ഡാർക്ക് ഒരു നേവി ബ്ലൂ കളർ, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂവിൻ്റെ കൂടെ 1-2 ഡ്രോപ്പ് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു നോക്കുകയാണ്. നമുക്ക് വേണ്ട കളറാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഒരു ഡാർക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കേക്കിനെ ഫുള്ള് ഒന്ന് എയർ ബ്രഷ് ചെയ്ത് കളർ മാറ്റാൻ പോവാണ്. അപ്പോൾ അധികം ഒന്നും കളർ ആഡ് ചെയ്ത് നീഡ് ചെയ്ത് ബുദ്ധിമുട്ടാതെ എനിക്ക് പെട്ടെന്ന് തന്നെ വേണ്ട കളറിൽ എൻ്റെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എയർ ബ്രഷിൻ്റെ അഡ്വാൻറ്റേജസ്. നമുക്ക് ഇതുപോലത്തെ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്തും ഇതുപോലെ തന്നെ കേക്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റെൻസിൽ കവർ ആകാത്ത കേക്കിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കുറച്ച് സ്പ്രേ നമ്മുടെ കേക്കിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റെൻസിലിൻ്റെ ബാക്കി ഭാഗം കവർ ചെയ്യാതെ ചെയ്തുകൊണ്ടാണ് ഇതുപോലെ വന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റെൻസിൽ ഉപയോഗിക്കുമ്പോൾ ബാക്കി ഭാഗം കൂടെ കേക്കിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കപ്പ് കേക്ക് ഒക്കെ നമുക്കിതുപോലെ ചെറിയ സ്റ്റെൻസിൽ വർക്ക് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റെൻസിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇങ്ക് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം, ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും ഇത് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അതിനിങ്ങനെ റിമൂവ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനായിട്ട് പാറ്റേണായിട്ട് നമുക്ക് കിട്ടും. സ്റ്റെൻസിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്റ്റെൻസിലിൻ്റെ മുകളിൽ ഈ ക്രീം കളർ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പോയിക്കോളും. ഏറ്റവും കൂടുതൽ എനിക്ക് എയർ ബ്രഷ് യൂസ്ഫുൾ ആയിട്ടുള്ളത് റെയിൻബോ തീം കേക്കുകളൊക്കെ ചെയ്യാനായിട്ടാണ്. അതുപോലെ ഗാലക്സി എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഫോണ്ടൻ കേക്കിൽ അല്ലെങ്കിൽ ക്രീം കേക്കിലാണെങ്കിലും ഗാലക്സി എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പർപ്പിൾ, ബ്ലൂ, ബ്ലാക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് നമുക്ക് നല്ല ഗാലക്സി എഫക്റ്റിൽ കേക്കിന് ചെയ്യാൻ പറ്റും. ഡാർക്ക് കളറൊക്കെ വേണ്ടപ്പോൾ നമ്മൾ ഒരേ പൊസിഷനിലേക്ക് ഗണ്ണ് നേരെ തന്നെ പിടിച്ചു വെച്ചിരുന്നാൽ കുറേ കളർ അവിടെ വരികയും ആ കളറ് ഇങ്ങനെ തുള്ളിയായിട്ട് താഴേക്ക് പോകാനും ഒരു പാടായിട്ടൊക്കെ അവശേഷിക്കാനിട വരും. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് കളേഴ്സ് വേണ്ടപ്പോൾ നമ്മൾ ആദ്യം ഒരു തിൻ കോട്ടിങ് കൊടുക്കുക, ഒരു ലൈറ്റ് കോട്ടിങ് കൊടുക്കുക, ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ടത്. പെട്ടെന്ന് ഫോണ്ടന്റിൽ അബ്സോർവ് ആവുകയും ഡ്രൈ ആവുകയും ചെയ്യും. അതിനുശേഷം സെക്കൻഡ് കോട്ടിങ് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം കോട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ എത്തിക്കാൻ പറ്റും. ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഒരു ഷൈനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ കളർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയിലാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ ഫോണ്ടന്റിനെ കളർ ചെയ്താൽ ഒരിക്കലും ഈ ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടില്ല. വുഡ് എഫക്റ്റ്, സ്റ്റോൺ എഫക്റ്റ് ഇതൊക്കെ നമ്മൾ എയർ ബ്രഷ് വെച്ച് ചെയ്താൽ നല്ലൊരു 3D എഫക്റ്റ് തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. എയർ ബ്രഷ് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന വേറൊരു ഏരിയയാണ് നമ്മൾ ഗം പേസ്റ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ ഓരോ പെറ്റിലും നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളതിനെ എയർ ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ നല്ല ഒരു ഷെയ്ഡിങ് എഫക്റ്റൊക്കെ ഈ പൂക്കൾക്ക് കൊടുക്കാൻ പറ്റും. മെഷീൻ ഓൺ ആക്കുമ്പം തന്നെ കളറ് പോകത്തില്ല. ഈ ട്രിഗർ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് കളറ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പം ഇത് ആണ് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ എയർ ബ്രഷ് മെഷീനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്. കാരണം ഇതിൻ്റെ നോസിൽ തീരെ ഫൈനായിട്ടുള്ള നോസിലാണ്. അതിന് ബ്ലോക്ക് വന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കളറുകൾ നല്ല വാട്ടർ ബേസ്ഡ് ആവാനും നല്ല ലൂസായിട്ടുള്ള കളർ യൂസ് ചെയ്യാനും സൂക്ഷിക്കുക. ഈവൻ നമ്മളുടെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പെയിൻ്റ് ഒക്കെ എയർ ബ്രഷിന് വരുന്നത് കുറച്ച് തിക്കാണ്. അപ്പോൾ അതൊന്നും ഡയറക്റ്റ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് അതിനെ ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ വെള്ളം തന്നെ യൂസ് ചെയ്യാം. ഇതുപോലെ ഇതിലൊഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെ സ്പ്രേ ചെയ്ത് തന്നെ നമുക്കിത് കളയണം. അല്ലാതെ ജസ്റ്റ് ഇവിടെ മാത്രം കഴുകിയാൽ പോരാ. കാരണം ഇതിൻ്റെ നോസിൽസിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഈ വെള്ളം പാസ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കളർ എനിക്ക് കിട്ടിയതിനകത്ത് നിന്ന് അതുപോലെ 2-3 പ്രാവശ്യം നമ്മൾ കഴുകുക. രണ്ട് പ്രാവശ്യം കഴുകി നല്ല ക്ലീൻ ആണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നോക്കാം. ഒരു ടിഷ്യൂവിലേക്ക്
ഒരു ടിഷ്യൂവിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുക. അപ്പം നല്ല ഒരു കളറും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം നമ്മുടെ എയർ ബ്രഷിൻ്റെ നോസിൽസ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെത്തേഡ് ഓൺ ആക്കിയിട്ട് ബ്ലോ ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കൂടെ ബബിൾസ് വന്ന് ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ കൂടി ഇതൊന്ന് ക്ലീൻ ആവും. ഇതുണ്ടോ, ഇത്രയും കളർ കൂടെ അതിൽ വന്ന് കിട്ടി എനിക്ക്. അപ്പം നന്നായിട്ട് നമ്മൾ 100% ഉറപ്പ് വരുത്തുക നമ്മളുടെ എയർ ബ്രഷ് ഗണ്ണ് നല്ല ക്ലീൻ ആണെന്ന്. അതിനുശേഷം മാത്രം അതിനെ ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കുഞ്ഞ് ഡ്രോപ്പ് എങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആയി പോകും. അപ്പം അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എയർ ബ്രഷിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു എയർ ബ്രഷ് ക്ലീനർ എന്ന് പറഞ്ഞ ഇതുപോലത്തെ ലിക്വിഡ് അവൈലബിൾ ആണ്. അത് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രം എല്ലാ പ്രാവശ്യവും ഇത് വെച്ച് ക്ലീൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ബ്ലോക്ക്ഡ് ആണ് എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ഒഴിച്ചെടുക്കുക. അപ്പോൾ ക്ലീനർ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കഴുകേണ്ടതുണ്ട്. അതിനുശേഷം നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്കിതിനെ എടുത്തു വെക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കേക്ക് ഡെക്കറേഷനിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ് എയർ ബ്രഷ്. എയർ ബ്രഷിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.